ഇന്ന് തേങ്ങ വറുത്തരച്ചൊരു പോത്തുകറി ആയാലോ? എന്നും ഒരേ സ്റ്റൈലിൽ വെക്കാതെ വല്ലപ്പോഴും ഇങ്ങനെയും കൂടിയൊക്കെ ഒന്ന് വെച്ച് കഴിക്കുന്നേ. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കിലോ പോത്തിറച്ചിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5 പിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അരമുറി തേങ്ങയും ഒരു 3-4 കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് ഒരു 1/4 പരുവത്തിന് മൂപ്പിച്ചെടുക്കാം. ശേഷം തീ ഓഫ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വറുത്തെടുത്തു. അതവിടെ ഇരുന്ന് ആറുന്ന സമയം കൊണ്ട് കറിക്കായിട്ടുള്ള കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ മറക്കല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി പോയി കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വരാം. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നിന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ജാറിലേക്ക് ഇട്ടത് അരച്ചുകൊണ്ട് വരാം. ശേഷം ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് തേങ്ങ കൊത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മൂക്കുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നുകൂടി വഴട്ടാം. അതിലേക്ക് തൊലി കളഞ്ഞൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വഴറ്റിയതിലേക്കും കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുകയാണെ. കൂടെ ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി വറ്റി ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. എന്നാ ബൈ.